വഖാല തആല, അല്ലാഹു തആല പറഞ്ഞു, വമൻ യുഅദ്ദിം ശആഇറല്ലാഹി, ആരാണോ അല്ലാഹുവിന്റെ ചിഹ്നങ്ങളെ ആദരിക്കുന്നത്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ കേവലം ആശയങ്ങൾ മാത്രമല്ല, ചില ചിഹ്നങ്ങളുണ്ട്. ചില ആളുകൾ പറയും, എന്താണ് താടിയിലാണോ ഇസ്ലാം, അല്ലെങ്കിൽ അതുപോലെ തന്നെ വസ്ത്രത്തിലാണോ ഇസ്ലാം എന്നൊക്കെ ചോദിക്കും. താടിയിലല്ല ഇസ്ലാം, പക്ഷെ താടിയിലും ഇസ്ലാം ഉണ്ട്. അതുപോലെ തന്നെ വസ്ത്രത്തിലല്ല ഇസ്ലാം മുഴുവനായിട്ടുള്ളത്, നേരെ മറിച്ച് വസ്ത്രത്തിലും ഇസ്ലാം ഉണ്ട്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ കേവലം ചില ആശയങ്ങളല്ല, അതിന്റെ ബാഹ്യമായ ചില രൂപങ്ങളുണ്ട്. ആന്തരികമായി ആശയങ്ങൾ ഒരാളുടെ ഉള്ളിൽ കടന്നിട്ടുണ്ടെങ്കിൽ അവന്റെ ബാഹ്യമായ ജീവിതത്തിൽ അത് പ്രതിഫലിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത് വമൻ യുഅദ്ദിം ശആഇറല്ലാഹി, ആരാണോ അല്ലാഹുവിന്റെ ശഈറത്തുകളെ, ദീനി ചിഹ്നങ്ങളെ ആദരിക്കുന്നത്, ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്, അത് ഖൽബിൽ തഖ്വയുണ്ട് എന്നതിന്റെ അടയാളമാണ്. ഇപ്പൊ പുറമേക്ക് ഒരാൾ ശിആറുകളെ ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ അത് ഖൽബിൽ ഈമാനുണ്ട്, ദീനുണ്ട് എന്നതിന്റെ തെളിവാണ്. ഇപ്പൊ താടിയൊക്കെ വടിച്ചിട്ട് ചില ആൾക്കാർ പറയും, താടി വെച്ച ആൾക്കാരൊക്കെ കള്ളന്മാരാണ് എന്ന് പറയും. യഥാർത്ഥത്തിൽ ഇവന്റെ മനസ്സ് നന്നതായിരുന്നെങ്കിൽ അവന്റെ മുഖത്ത് അത് കാണുമായിരുന്നു. അതിനർത്ഥം താടിയില്ലാത്ത എല്ലാവരും ഫാസിഖ്യങ്ങളാണെന്നൊന്നുമല്ല. നേരെ മറിച്ച് അവർക്ക് ഒരു പക്ഷേ അതിനെക്കുറിച്ച് അറിയാത്തതായിരിക്കും, അവരുടെ ജീവിതത്തിൽ മറ്റു നന്മകളുണ്ടായിരിക്കും. പക്ഷേ ഒരിക്കലും താടി വെച്ച ഒരാളെ കുറ്റം പറയാൻ, അല്ലെങ്കിൽ താടി എന്നുള്ളത് അതിന്റെ സ്ഥാനം കുറച്ചു കാണിക്കാൻ യാതൊരു വകുപ്പുമില്ല. അത് മനസ്സിൽ തഖ്വയുണ്ട് എന്നുള്ളതിന്റെ തെളിവാണ്.